ഇനി നമുക്ക് സദ്യ സ്പെഷ്യലായ ഉള്ളിത്തീയൽ ഉണ്ടാക്കാം. അതിനായി ഒരു ചെറിയ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. കാരണം ചിരണ്ടിയപ്പോൾ എല്ലാം പല സൈസ് ആയതുകൊണ്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇനി ഈ തേങ്ങയിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായി ഇളക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയും ഒരു 4 പത്തലമുളക്, നല്ല എരിവുള്ള മുളകാണ് ചേർത്തിരിക്കുന്നത്. അതും ഒരു 1/4 സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം നമുക്കത് നന്നായി അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. തേങ്ങ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. അതിനായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി 2 കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഉള്ളി നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഒരു 300 ഗ്രാം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി അരിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഉള്ളിയുടെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്യണം. നല്ലപോലെ കളറ് മാറി വരണേ. ഉള്ളി നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് വെള്ളം ചേർക്കാതെ വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുത്തതാണ്. ഇതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. വാളംപുളിയുടെ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ എണ്ണ തെളിയണം. എണ്ണ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓണം സ്പെഷ്യലായ ഉള്ളിത്തീയൽ റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.